ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമ്മളെ പഴയ വീഡിയോ ഇട്ടതിന് ശേഷമായി കുറേ ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്യുന്നു. ഇപ്പോൾ പഴയ വീഡിയോ കാണാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിലോ വെള്ളേക്കായിട്ട് കൊടുക്കുക, ആദ്യം നിങ്ങൾ പോയി കാണി. മെസ്സേജ് എന്താ വന്നതെന്ന് വെച്ചാൽ കപ്പൻ്റെ പൗഡറാണോ ചോദിച്ചത്, എന്തിന് ബബിൾട്ടി ആണോ എന്നൊരു ആൾക്കാർ ചോദിച്ചത്. അപ്പോൾ അതിലൊരു ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്നില്ല നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ പണ്ട് കാലത്ത് ഒരു 1980 മുമ്പ് എൻ്റെ അമ്മിപ്പേര് ചെറിയ കുട്ടികളാകുമ്പോൾ പുട്ടാണ് വീട്ടിലുണ്ടാക്കുക സാധാരണ. എന്ന് വെച്ചാൽ അന്നിപ്പോൾ വല്ലാതെ നമ്മളിപ്പോഴത്തെ കാലത്ത് പോലെ വെറൈറ്റി ഫുഡുകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പുട്ടായിരുന്നു കാര്യമായിട്ടുണ്ടായത്. ഞങ്ങളൊക്കെ എൻ്റെ അമ്മാനിപ്പാനൊക്കെ ചെറുപ്പത്തിൽ അപ്പോൾ നമ്മളിപ്പോഴത്തെ സാധാ പുട്ട് പോലെയല്ല. ഇപ്പോൾ നമുക്ക് ഗോതമ്പ് പുട്ട്, സാധാ അരിപ്പുട്ട്, അങ്ങനത്തെ സംഭവം. ഓൽക്ക് മുളേണ്ടില്ല പുട്ട്, മുളൻ്റെ അരി അതുകൊണ്ടില്ല പുട്ട്, മുളപ്പൊടി എന്ന് പറഞ്ഞാൽ മുളൻ്റെ അരി കൊണ്ടില്ല പുട്ട്. പിന്നെന്തായിരുന്നു കപ്പ കൊണ്ടില്ല പുട്ട്. അങ്ങനത്തെ കുറേ വെറൈറ്റി പുട്ടുകളായിരുന്നു. അങ്ങനെയാണ് എൻ്റെ അമ്മ ആ ഐഡിയ തിരിച്ചു കൊണ്ടുവരാന്നുള്ളതും. കപ്പപ്പുട്ട്, നമ്മൾ പഴയ കപ്പപ്പുട്ട് ഇപ്പോഴും ചില വീട്ടിൽ കൂടെ ഉണ്ടാക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. കപ്പ പൊടിച്ചിതാക്കി ഉണക്കി പൊടിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മളെ പുട്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. വെറും കപ്പപ്പുട്ട് മാത്രമാണ് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ ഈ റമദാൻ കഴിഞ്ഞവരെ കാത്തിക്ക്, ഇൻഷാ അല്ലാഹ് വെറൈറ്റി പുട്ടുകൾ വരുന്നുണ്ട്.